ഇന്ത്യൻ തൊഴിലാളി വർഗ വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കമാവുകയാണ്. ജാതി വിവേചനത്തിനും ചൂഷണങ്ങൾക്കുമെതിരായ പോരാട്ടങ്ങൾ ചുവപ്പിച്ച മധുരയുടെ മണ്ണിലാണ് CPM 24ാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. ഏപ്രിൽ 6 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനം സാർവദേശീയവും ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ ഇഴകേറി ചർച്ച ചെയ്യും. അടുത്ത 3 വർഷം സ്വീകരിക്കേണ്ടുന്ന സംഘടനാ രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കും. ഫാസിസ്റ്റ് ശക്തികളായ RSSനാൽ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ തീവ്രവർഗീയതയിലേക്ക് തള്ളിവിടുന്നതിനെ പ്രതിരോധിക്കാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കഴുത്ത് ഞെരിച്ചില്ലാതാക്കുന്ന, ചരിത്രത്തെ വക്രീകരിക്കുകയും വികലമാക്കുകയും ചെയ്യുന്ന, കെട്ടുകഥകളെയും പുരാണങ്ങളെയും ചരിത്രമെന്ന പേരിൽ അവതരിപ്പിക്കുന്ന നവഫാസിസ്റ്റ് ശൈലിയിലുള്ള കടന്നാക്രമണങ്ങളെ ചെറുക്കാനും അതിന് നേതൃത്വം നൽകാനും CPM എന്ന ജനകീയ പ്രസ്ഥാനം മുൻനിരയിലുണ്ടാകുമെന്ന പ്രഖ്യാപനം കൂടിയാകും മധുരയിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസ്. പാർട്ടിയുടെ മുഴുവൻ മെമ്പർമാരും പങ്കാളികളാകുന്ന സമ്മേളന പ്രക്രിയയാണ് ഇതോടെ പൂർത്തിയാകുന്നത്. ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ജനാധിപത്യ പ്രക്രിയ. മുഴുവൻ അംഗങ്ങളും പങ്കെടുത്ത് ബ്രാഞ്ച് സമ്മേളനം, തുടർന്ന് ലോക്കൽ, ഏരിയ, ജില്ലാ, സംസ്ഥാന സമ്മേളനങ്ങൾ. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ പൂർത്തീകരിച്ച സമ്മേളനങ്ങൾ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തും സംഘബോധവും സംഘടനാശേഷിയും പ്രകടിപ്പിച്ച സമ്മേളനങ്ങൾ. ജനകീയ അടിത്തറ വിപുലീകരിക്കുന്നതിൽ വരുന്ന പ്രയാസങ്ങൾ ഉൾപ്പെടെ വിമർശനാത്മകവും സ്വയം വിമർശനപരമായും ചർച്ച ചെയ്ത സമ്മേളനങ്ങൾ. തീവ്ര വലതുപക്ഷം പിടിമുറുക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. മൃദുഹിന്ദുത്വവും വലതു നയവും കൊണ്ടാടുന്ന കോൺഗ്രസിന് തീവ്രവർഗീയതയും തീവ്ര വലതുവൽക്കരണത്തെയും ചെറുക്കാനാകില്ല എന്ന് മാത്രമല്ല, അതുമായി സന്ധി ചെയ്തു പോവുകയുമാണ്. ഇവിടെയാണ് ഇടതു ബദലിന്റെ പ്രസക്തി. കേരളം രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിനാകെയും ബദൽ മാതൃകയാണ്. ആ കേരള മോഡൽ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും അതിൻ്റെ പ്രസക്തി രാജ്യമെങ്ങും ഉയർത്തിക്കാട്ടാനും മധുരൈ കോൺഗ്രസ് വേദിയാവും. വലതുപക്ഷ മാധ്യമങ്ങൾ ഇതിനെ കേവലം സെക്രട്ടറി തെരഞ്ഞെടുപ്പ്, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ നിലയിൽ മാത്രമാണ് കാണുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. അവർ കണ്ടുപഠിക്കുന്നത് വലത് രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയാണ്. അധികാരവും പദവികളുമാണ് അവരുടെ രാഷ്ട്രീയം. ജനകീയ വിഷയങ്ങൾ ഇവരെ ബാധിക്കുന്നതേയില്ല. ഏത് ജനവിരുദ്ധ നിലപാടുകൾക്കും ഒരു സങ്കോചവുമില്ലാത്തവർ. അവർക്ക് എന്ത് സമ്മേളനം, എന്ത് ഉൾപാർട്ടി ചർച്ച? രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കോ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനോ ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലും വിശ്വാസമില്ല. ഭരണകക്ഷിയെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിൽ നിന്ന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിൽ കുടുംബഭരണവും. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേറിട്ട് നിൽക്കുന്നത്. മധുര അതിന് സാക്ഷ്യമാവുകയാണ്. ശോഭനമായ നല്ല നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കും പ്രതിരോധങ്ങൾക്കുമുള്ള കരുത്താർജിക്കാൻ, ജനകീയ മുന്നേറ്റത്തിന്റെ കരുത്തുറ്റ നേതൃത്വം വഹിക്കാൻ.